യൂണിറ്റിന്റെ ഈ വർഷത്തെ വാർഷിക ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദിമസഭയുടെ കൂട്ടായ്മയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വിവരിച്ചിട്ടുള്ളതാണല്ലോ. ആ ചൈതന്യത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാനും നമ്മുടെ ഐക്യം കൂട്ടിയുറപ്പിക്കാനും സഭാമാതാവ് തന്നിരിക്കുന്ന അവസരമാണ് കുടുംബ കൂട്ടായ്മകൾ. സർവശക്തനായ ദൈവം നാളിതുവരെ ഓരോ നിമിഷവും നമുക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഉപലീഡർ ശ്രീമതി റോസമ്മ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ അതിനു മുമ്പായിട്ട് നമ്മുടെ യൂണിറ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യൂണിറ്റ് തുടങ്ങിയതിന് ശേഷം യൂണിറ്റിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ പേരും എന്ത് പറഞ്ഞാലും അതിന് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ യൂണിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം വാർഷികം നമ്മുടെ യൂണിറ്റിൽ നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ നല്ല രീതിയിൽ ഇപ്പോഴും നമുക്കൊരു വാർഷികം നടത്താൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ കരോളിനാണെങ്കിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും വളരെയധികം പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും പോയ ഒരു 6 പേരെങ്കിലും നമ്മുടെ യൂണിറ്റിലുണ്ട്. അല്ലാതെ തന്നെ 2-3 ദിവസങ്ങളിലൊക്കെ വന്നവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ യൂണിറ്റിൽ നിന്നും നമ്മുടെ ഇടവകയിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനായി ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ലീഡർ ജയകുമാറിനാണ്. ജയകുമാർ പല പ്രാവശ്യം നമ്മുടെ യൂണിറ്റിൻ്റെ ലീഡർ ആയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം നല്ല രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും നടത്തി വരാറുണ്ട്. നമ്മൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും ആ രീതിയിൽ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജയകുമാറിന് എൻ്റെയും ഈ യൂണിറ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇടവികാരി ജസ്റ്റിൻ ഡൊമിനിക് അച്ഛനാണ്. അച്ഛൻ ഇവിടെ വന്നെത്തിയിട്ടില്ലെങ്കിലും അച്ഛൻ അസൗകര്യം കൊണ്ടാണ് വരാത്തതെന്ന് നമുക്കറിയാം. നമ്മുടെ ഇടവകയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ കാഴ്ചവെക്കുന്നുണ്ട്. അച്ഛൻ ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് നമ്മുടെ ഇടവകയിൽ നടത്തുന്നത്. ആരെന്ത് പറഞ്ഞാലും ഒരു മൗനത്തോടു കൂടി എല്ലാം സഹിക്കുന്ന ഒരു പുരോഹിതനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അച്ഛന് എൻ്റെയും മറ്റുള്ളവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ലീക്കൻ രതീഷിനാണ്. വന്ന നാൾ മുതൽ തന്നെ നല്ല ഒരു അരൂപിയുള്ള ഒരു ഡീക്കനായിട്ടാണ് നമ്മോട് പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നുണ്ട്. പള്ളിയിൽ പ്രസംഗമായാൽ തന്നെയും ഇപ്പോഴേ നല്ല രീതിയിലുള്ള ആശയങ്ങൾ പറഞ്ഞ് നമുക്ക് നല്ല പ്രചോദനം നൽകുന്ന ഡീക്കന് എൻ്റെയും ഈ യൂണിറ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് സിസ്റ്റേഴ്സിനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈസ മേരി സിസ്റ്റർ നമ്മോടൊപ്പം ഏത് കാര്യങ്ങളിലും പങ്കുകൊള്ളാനും അതോടൊപ്പം പ്രവർത്തിക്കുവാനും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും നല്ല സേവനം ചെയ്യുന്ന സിസ്റ്ററിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനം. നല്ല രീതിയിൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്ന സിസ്റ്ററിനും കൂടെ വന്നതായ സിസ്റ്റേഴ്സിന് എൻ്റെ പേരിലും ഈ യൂണിറ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കോർഡിനേറ്റർ മാനുവൽ ദാസിനാണ്. മാനുവൽ ദാസിൻ്റെ കാര്യം പറഞ്ഞാൽ മാനുവൽ ദാസ് നമുക്കൊരു പാരിഷ് ഹാളിന് വേണ്ടി മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നത് വരെയും ഓടി നടന്ന് കുത്തിയിരുന്ന് ഓഫീസുകളിൽ കുത്തിയിരുന്ന് നമുക്ക് വേണ്ടി ഒരു സാങ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം പണിപ്പെട്ട കോർഡിനേറ്ററാണ് നമുക്കുള്ളത്. പള്ളിയുടെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുന്ന കോർഡിനേറ്റർക്ക് എൻ്റെയും നമ്മുടെ യൂണിറ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി ജോയ്ക്കാണ്. ജോയ് വിദ്യാഭ്യാസത്തിൽ കയറിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ എപ്പോഴും പ്രവർത്തനം തന്നെയാണ്. എല്ലാ മാസങ്ങളിലും പല പല പരിപാടികളാണ് ചെയ്യുന്നത്. നമുക്കാർക്കും വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇവിടെ മാത്രമല്ല ഫെറോനയിലും കാട്ടാക്കട റീജിയണിലുമൊക്കെ സെക്രട്ടറിയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ സെക്രട്ടറിയാണ് ജോയി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് കുട്ടികളെയെല്ലാം നല്ല ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒക്കെ ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ജോയിക്ക് എൻ്റെയും ഈ യൂണിറ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന സെന്റ് തോമസ് യൂണിറ്റിലെ സിന്ധുവിനാണ്. സിന്ധു അവരുടെ യൂണിറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിനോടകം അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് ആ സിന്ധുവിനും എൻ്റെയും മറ്റുള്ളവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി മറ്റുള്ള എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ഭവനത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന അംബിക പ്രഭാകരൻ ദമ്പതികളെ പ്രത്യേകം നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം യൂണിറ്റിൻ്റെ ഏതാവശ്യം വന്നാലും അവർ നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും ഞാൻ ഇവിടെ കണ്ടില്ല എന്നാലും അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിത് കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ബൈബിൾ പ്രതിഷ്ഠയും ബൈബിൾ വന്ദനവും.
ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവരെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിക്കാരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അടുത്തതായി വചനവിചിന്തനത്തിനായി ഡീക്കൻ രതീഷ് അച്ഛനെ ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഈ ഒരു ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. രാവിലെ മുതൽ എൻ്റെ വചനവിചിന്തനം ഒരുപാട് നിങ്ങൾ കേട്ടിരിക്കുകയാണ്. എങ്കിലും കൂടുതലായിട്ട് വചനത്തെ കുറിച്ച് അറിയാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരമാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വായന എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാഗമാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 13-ാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ് നാം കേട്ടത്. ഏറെ പ്രത്യേകമായിട്ട് മാനസാന്തരത്തെ പറ്റിയുള്ള ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവ് പറയുന്നത്, ഇതുപോലെ നിങ്ങളും മാനസാന്തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും നശിക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. സുവിശേഷത്തില് കർത്താവ് 2 സംഭവങ്ങൾ, ഇസ്രായേലിൽ നടന്ന 2 സംഭവങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത്, പീലാത്തോസ് കുറച്ച് യഹൂദരെ അവര് ബലി നടത്തിക്കൊണ്ടിരുന്ന അവസരത്തില് ദേവാലയത്തിൽ വെച്ച് വധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ രക്തം കൊണ്ട് അവരുടെ ബലിയില് എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ഉൾച്ചേർത്തു എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ച ഒരു സംഭവം. ഇത് രണ്ടും എടുത്തുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഉദാഹരണമായിട്ട്, പശ്ചാത്താപത്തിന്റെ ഉദാഹരണമായിട്ട് നൽകുന്നത്. നമ്മുടെ മനോഭാവവും പല സമയത്തും ഇതൊക്കെയാണല്ലേ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കുറച്ച് ദുഷ്ടനൊക്കെ ആണെങ്കിൽ എന്ത് പറയും? അവന്റെ ദുഷ്ടത കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവന് കിട്ടി എന്ന് പറയും. പക്ഷെ കർത്താവോട് പറയുന്നത് എന്താണ്? അങ്ങനെ പറയണമെന്നാണോ? അല്ല. ഇപ്പോ 18 പേര് ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചു. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്? അവര് ഇസ്രായേലിലെ ബാക്കിയുള്ളവരെക്കാളും എന്തല്ല, പാപികളല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പാപികളെന്ന് മുദ്രകുത്തി അങ്ങ് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അപകടം പറ്റി മരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാര് കുറച്ച് ദുഷ്ടനായിട്ടുള്ള അയൽക്കാരനാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ, അപ്പൊ പുള്ളി എന്ത് ചെയ്യാണ്? ഇങ്ങനെ എന്തെങ്കിലും അപകടമൊക്കെ വന്ന് മരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാദമുണ്ട്, എന്താണ്? അവൻ കുറച്ച് ദുഷ്ടനായിരുന്നു, അതുകൊണ്ട് തന്നെ അവനുള്ള പ്രതിഫലം അവന് കിട്ടി എന്ന് പറയാറുണ്ട്. കർമ്മഫലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കർമ്മ എന്നൊക്കെ പറയും. ഇപ്പോ ചില മറ്റു മതങ്ങളിലൊക്കെ ഉള്ള ഒരു ടേമാണ് കർമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം ഇപ്പൊ തന്നെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും ആരെങ്കിലും എന്ത് ചെയ്യും? കൊല്ലും എന്ന് പറയുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മളിൽ പലരും ഇന്ന് ഇവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും കർമ്മ ചെയ്യാറില്ല. കർത്താവ് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അത്യുന്നതത്തിനെ ശപിക്കുന്നതിന് മുന്നേ പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാവോ? ഒരു വർഷം കൂടെ ഇത് ഇവിടെ നിൽക്കട്ടെ, ഇനിയും ഇത് കാശില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മുറിച്ചു കളയാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് പല അവസരങ്ങളും കർത്താവ് തരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. ആ ഒരു മാനസാന്തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാനായിട്ട് പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് തരാറുണ്ട് അല്ലേ. ഇപ്പോ എന്തെങ്കിലും രോഗങ്ങളും ദുരിതങ്ങളും വന്നാലും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? കർമ്മഫലം എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും കർമ്മഫലമല്ല. നമ്മുടെ ജീവിതത്തില് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് കർത്താവിനെ തന്നെയല്ല കേട്ടോ. കാരണം കർത്താവ് എന്ത് ചെയ്യാറില്ല? ആരുടെ മേലും എന്ത് ചെയ്യാറില്ല? നാശം വരുത്താറില്ല എന്നുള്ളതാണ്.
കാരണം കർത്താവ് എന്താണ്? നന്മയാണ്. നന്മയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരാളുടെ മേലെ തിന്മ വരുത്താനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ വന്നു പോകുന്ന കാര്യങ്ങളില് കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇടപെടാറില്ല. അത് കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ എന്ന് കർത്താവ് ഇങ്ങനെ കരുതും. ഇപ്പോ ആർക്കെങ്കിലും കുറച്ച് ദുരിതം അല്ലെങ്കിൽ രോഗമൊക്കെ വരികയാണെങ്കിൽ കർത്താവ് വിചാരിക്കും കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, എന്റെ സമയം വരുന്ന സമയത്ത് അത് ഏത് സമയമാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയം വരുന്നതിനനുസരിച്ച് കർത്താവ് അവനെ സുഖപ്പെടുത്തുകയും അവനെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി മരണം വരുന്നു എന്ന് കരുതട്ടെ. മരണം എന്നാല് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് മരണം എന്തല്ല? തെറ്റാണോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യമാണോ മരണം എന്ന് പറയുന്നത്? അല്ല. മരണം എന്ന് പറയുന്നത് എന്തിലേക്കുള്ള ജീവനാണ്? നിത്യതയിലേക്കുള്ള ജീവനാണ്. നമ്മള് ഭൂലോകത്ത് എങ്ങനെ ജനിച്ചു? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു. അതുപോലെ മരണത്തിലൂടെ നമ്മൾ നിത്യതയിലേക്ക് ജനിക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മുടെ കർമ്മഫലമല്ല, അല്ലെങ്കിൽ നമ്മുടെ കർമ്മയല്ല. നന്നായിട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യാറുണ്ട്? മരിക്കാറുണ്ട്. നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട്? രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ കേൾക്കുന്നത് ദുഷ്ടനെ ദൈവം പലപോലെ വളർത്തും എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അവരുടെ ഒരിക്കലും കർത്താവല്ല എന്ത് ചെയ്യുന്നത്? അവരെ വളർത്തുന്നതും തളർത്തുന്നതും. ജീവിത സാഹചര്യങ്ങൾ വഴി പലരും എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നു പോകുന്നു, ചിലർ തളർന്നു പോകുന്നു. അതിൽ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് അനുവദിച്ചു വിടുന്നു എല്ലാത്തിനും. ഭൂലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കർത്താവ് അനുമതി തന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനായിട്ട് അവിടത്തേക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു, ആ സമയത്ത് എന്തുകൊണ്ട് കർത്താവിന്, നല്ലവനായ കർത്താവിന് പാപം ചെയ്യാത്ത രീതിയിൽ അവരാക്കി എടുത്തുകൂടാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്: കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. സ്വാതന്ത്ര്യത്തോടുകൂടെ വന്ന് നമുക്ക് എന്ത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ തന്നെ തിരഞ്ഞെടുത്തതാണ് പാപവും തിന്മയും മരണവും എല്ലാം. പ്രിയമുള്ളവരെ, എന്നാൽ തന്നെയും ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ മാനസാന്തരത്തിലൂടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത് അവസാനം, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്ന് പറയുന്നത്. അതുവരെ നിങ്ങൾക്ക് അവസരമുണ്ട്, അവസാന നിമിഷങ്ങളിൽ വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. മാനസാന്തരം എന്നുള്ള പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ആ നാശം ഇവിടെയല്ല, പിന്നെ എവിടെയാണ്? നിത്യജീവനിലാണ്. നരകമാണ് ആ നാശം എന്ന് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് മാനസാന്തരം എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു കൂദാശയാണ് എന്തെന്ന് പറയുന്നത്. എന്താണ് മാനസാന്തരത്തിന്റെ കൂദാശ? കുമ്പസാരം, അല്ലെ? ഇപ്പൊ കുമ്പസാരം എന്ന കൂദാശ പലപ്പോഴും നമ്മുടെ ഇടവകളിലൊക്കെ എന്താണ് 2 സമയം കുമ്പസാരം വയ്ക്കാറുണ്ട്. ഏതൊക്കെ സമയമാണ്? ഒന്ന് തിരുനാള സമയത്ത്, ഒന്ന് വിശുദ്ധവാര സമയത്ത്. ഇതിനു ശേഷം നമുക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്ക് കുമ്പസാര കൂടെ കാണണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അല്ലെ? അപ്പോ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോൾ പാപം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നതോ, അത് ചെറുതായിട്ട് കൊള്ളട്ടെ വലിയ പാപമായിക്കൊള്ളട്ടെ, ആ സമയത്തെല്ലാം കർത്താവിന്റെ മുൻപില് മാനസാന്തരത്തോടുകൂടെ പോയി കുമ്പസാരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അത് നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും വൈദികൻ സമ്മതിച്ചു തരും. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്. കൂദാശകള് പരികർമ്മം ചെയ്ത് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അത് വെറുതെ പരികർമ്മം ചെയ്ത് കിട്ടുക മാത്രം പോരാ. എങ്ങനെ പരികർമ്മം ചെയ്ത് കിട്ടണം? തിരുസഭ അനുഷ്ഠിക്കുന്നത് പോലെ, തിരുസഭ പറയുന്നത് പോലെ കൂദാശകള് പരികർമ്മം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്, അധികാരമാണ്. അത് ചോദിച്ചു വാങ്ങുക. കുമ്പസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് അച്ഛനും എന്ത് ചെയ്യത്തില്ല? ഓടിച്ചു വിടത്തില്ല. കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും കയറ്റുക തന്നെ ചെയ്യും. പിന്നെ ചില അവസരങ്ങൾ, ഇപ്പൊ കുർബാന കൊടുക്കുന്നു. ഇന്ന് നമ്മള് അച്ഛൻ പറഞ്ഞില്ല അവസാനത്തെ കാര്യം, എല്ലാവരും എന്താണ് താമസിച്ചാണ് വന്നത്, പരമാവധി കുർബാന സ്വീകരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ കുർബാന സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളെപ്പോഴും പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുർബാന സ്വീകരിക്കാനായിട്ട് പാടില്ല. അതുപോലെ കുർബാനയ്ക്ക് താമസിച്ച് വരുന്നുവെന്നുണ്ടെങ്കിൽ കഴിവതും ആദ്യം മുതൽ അവസാനം വരെ കുർബാനയ്ക്ക് കൊള്ളണമെന്നല്ല ഉള്ളതാണ്. ഇപ്പൊ താമസിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുർബാന സ്വീകരിക്കാനായിട്ട് പാടില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മനസ്സില് അല്ലെങ്കിൽ ആത്മാവില് ദൈവത്തെ, യേശുവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട്
അവിടെ തന്നെ ഇരുന്നാൽ മതിയാകും, അല്ലാതെ കുർബാന സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം കുമ്പസാരിച്ചതിന് ശേഷം മാത്രം അടുത്ത് കുർബാന സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം മാനസാന്തരമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതും മാനസാന്തരത്തിലൂടെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു അനാസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കടമുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മുഴുവൻ കുർബാനയില് പങ്കുകൊള്ളണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് കടമുള്ള ദിവസങ്ങൾ? ഓഗസ്റ്റ് 15, ഡിസംബർ 25, എല്ലാ ഞായറാഴ്ചകളും, മാതാവിന്റെ സ്വർഗാരോപണ തിരുനാള്, പിന്നെ വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജനന തിരുനാള്, പിന്നെ അതുകൊണ്ട് ഇപ്പോ ഈ മാർച്ചിന് 2 എണ്ണം വരുന്നുണ്ട്. വിഭൂതി ബുധൻ വേണം, വിഭൂതി ബുധൻ, പിന്നെ വിശുദ്ധ വാരം മുഴുവനും, പിന്നെ വേറെ 2 എണ്ണം പ്രധാനപ്പെട്ട വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാള്, അത് മാർച്ച് 19 വരുന്നത്. പിന്നെ മാർച്ച് 25-ാം തീയതി ഏതാണ്? മംഗളവാർത്ത തിരുനാള്. അപ്പോ ഇങ്ങനെ കുറച്ച് മഹോത്സവങ്ങളുണ്ട്. ഈ മഹോത്സവത്തിനൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മുഴുവൻ കുർബാനയില് പങ്കുകൊള്ളണം എന്നുള്ളതാണ്. പിന്നെ സകല വിശുദ്ധരുടെ തിരുനാൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള തിരുനാളുകൾക്കൊക്കെ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നുള്ളതാണ്. ഇതിന് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുമ്പസാരിച്ച്, മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ചതിന് ശേഷം മാത്രം അടുത്ത കുർബാന സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് മാനസാന്തരത്തിലൂടെ കടന്നു പോകാനായിട്ടുള്ള ഒരു ആഹ്വാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതലും ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് നാം തെറ്റുകാരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ, നമ്മൾ ആരും വിശുദ്ധരല്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ, വിശുദ്ധിയിലേക്ക് നടന്നു പോകുന്ന ആൾക്കാരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളെയും സമീപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മാനസാന്തരത്തിലൂടെ കൂദാശകളെ സ്വീകരിക്കാം എന്ന സന്ദേശം നൽകിയ അച്ഛന് നന്ദി. അടുത്തതായി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ലീഡർ ശ്രീ ജയകുമാർ അവറുകളെ ആമുഖ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഡീക്കൻ, സിസ്റ്റർ, കോർഡിനേറ്റർ, വിദ്യാഭ്യാസ പ്രതിനിധി, സെന്റ് തോമസ് യൂണിറ്റിലെ ലീഡർ, സിസ്റ്റേഴ്സ്, നമ്മുടെ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കുടുംബ യൂണിറ്റുകൾ രൂപീകൃതമായിട്ട് ഏകദേശം 30 വർഷത്തോളം ആയി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മുൻകാലങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകുന്ന ആ ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ പള്ളിയിൽ യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് 20, 25 അല്ലെങ്കിൽ 15 കുടുംബങ്ങളെ ഒരു യൂണിറ്റായി നമ്മുടെ ഭൂമിശാസ്ത്രപരമായി തിരിച്ചുകൊണ്ട് യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മകൾ ഒരുമിച്ച് മാസത്തിൽ 1-2 പ്രാവശ്യം ഒരുമിച്ച് കൂടി ഇതുപോലെ നമുക്ക് കൂടാനുള്ള ഒരു അവസരവും, അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാനും അതിനുള്ള അവസരവും നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം നല്ല രീതിയിൽ പോകുന്നു എന്നാണ് ലീഡർ നിലയിൽ എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങൾ എല്ലാ കാര്യത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് നമ്മുടെ ഏത് പ്രോഗ്രാം ഇട്ടാലും, അത് സാമ്പത്തികമായിട്ടായാലും അതല്ലാത്ത കാര്യത്തിലായാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ സഹകരിക്കാത്തവരെ നമ്മൾ എങ്ങനെ വെച്ചാലും കുറച്ചുപേരത് കിട്ടും. അത് എല്ലാ യൂണിറ്റുകളിലുള്ള അവസ്ഥയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവക ഇടുന്ന ഏത് പ്രോഗ്രാമിലും എല്ലാവരുടെ സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഈ വാർഷികത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ യൂണിറ്റിൽ കമ്മിറ്റി ആലോചിച്ചപ്പോൾ പലരും സ്പോൺസർമാരായി രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന ഈ മത്സരത്തിൻ്റെ വിജയി കൊടുക്കുന്ന സമ്മാനങ്ങളായാലും ആഹാരം ക്രമീകരിക്കുന്ന കാര്യത്തിലായാലും ഏകദേശം 80% എല്ലാവരുടെയും സ്പോൺസറാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ വിജയമായി ഞാൻ കാണുകയാണ്.
അതുപോലെ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ന് നമ്മൾ ഇത്രയും പേര് നമ്മുടെ ഒരു കൂട്ടായ്മയായി നമുക്ക് ഒത്തുകൂടാനുള്ള അവസരം ദൈവം തന്നു. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ ഓരോ ദിവസവും അത് പത്രങ്ങളിൽ കൂടി ആയാലും സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ കാണുന്ന സാഹചര്യം വളരെ ഭീകരമാണ്. നമ്മുടെ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് കൂടാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെ അങ്ങനെ കൂട്ടായ്മ ഉണ്ടായാൽ ഉടൻ തന്നെ പുറത്തുനിന്ന് ആൾ വന്ന് നമ്മളെല്ലാം അവിടെ കൂടിയിരിക്കുന്നവരെ അടിച്ച് ഓട്ടിച്ച് വസ്ത്രങ്ങൾ വരെ ശിരോവസ്ത്രം വരെ വലിച്ച് കീറി ഓട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിക്കാനുള്ള അത് നമ്മുടെ കേരളമായതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് നമ്മുടെ ഇങ്ങനൊരു കൂട്ടായ്മ നമുക്ക് കൂടാൻ സാധിക്കും. നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ആരാധനാലയങ്ങൾ പള്ളികളായാലും സ്കൂളുകളായാലും എല്ലാം അടിച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് രാജ്യത്തുണ്ട്. ഇന്ന് വളരെ ഭയാനകമാണ് നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അറിയാം നമ്മളെ ഓരോ ദിവസം ഇന്നും ധാരാളം പാസ്റ്റർമാരും അതുപോലെ തന്നെ ഇടവാംഗങ്ങളും ഒക്കെ ഇന്ന് ജയിലിലാണ്. അത്രമാത്രം മാനസികവും ശാരീരികവുമായി പീഡനം അനുഭവിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളതൊന്നും അറിയുന്നില്ല. നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഒത്തുകൂടാനുള്ള എല്ലാ അവസരവുമുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ക്രിസ്ത്യാനികളായ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസരമാണ് ഇന്ന്. അതിൽ നമുക്ക് നമ്മുടെ ആ കൂട്ടായ്മ മാറിയാൽ തീർച്ചയായും ഇവിടെയും ആ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കി ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ടോ. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി വിദ്യ അനിലിനെ ക്ഷണിക്കുന്നു. 2025-26 വർഷത്തെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട് 19/1/2024 ഞായർ വൈകുന്നേരം 6 മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ശ്രീമാൻ ജയകുമാറിന്റെ വസതിയിൽ വെച്ച് കൂടുകയുണ്ടായി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക്, സിസ്റ്റർ ലൈസ മേരി, BCC കോർഡിനേറ്റർ ജോയി ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടത്തിയത്. യോഗത്തിന് ശേഷം ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ 2025-27 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ലീഡർ ശ്രീമാൻ ജയകുമാർ, ഉപലീഡർ ശ്രീമതി റോസമ്മ, സെക്രട്ടറി ശ്രീമതി വിദ്യ അനിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ആൻസി മാത്യു, ഖജാൻജി ശ്രീമതി മഞ്ജു ക്ലെമന്റ്. വിവിധ ശുശ്രൂഷ സമിതി ഭാരവാഹികൾ: അജപാലനം ശ്രീ ക്രിസ്തുദാസ്, അൽമായം ശ്രീമതി ആൻസി മാത്യു, വിദ്യാഭ്യാസം ശ്രീമതി വിദ്യ അനിൽ, കുടുംബ പ്രേക്ഷിതത്വം ശ്രീമതി റോസമ്മ, സാമൂഹ്യം ശ്രീമതി മഞ്ജു ക്ലെമന്റ്, യുവജനം സ്റ്റീന. മാസത്തിൽ ഓരോ യോഗം എന്ന ക്രമത്തിൽ കുടുംബ പ്രാർത്ഥനകൾ നടത്തിവരുന്നു. 2/2/2025 നടന്ന യോഗത്തിൽ നെറ്റ് അംഗത്വ രജിസ്ട്രേഷനെ കുറിച്ചും നെറ്റിൽ അംഗത്വമില്ലാത്ത എല്ലാ കുട്ടികളും നെറ്റ് എക്സിക്യൂട്ടീവ് രമ്യ ടീച്ചറിനെ സമീപിച്ച് രജിസ്ട്രേഷൻ ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ പ്രതിനിധി അറിയിച്ചു. 27/4/2025 നടന്ന യോഗത്തിൽ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മെയ് 4 നമ്മുടെ യൂണിറ്റിൽ നിന്നും ശ്രീ സേവിയറിനെ മൊമെന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിക്കുന്നതിനായി പ്രതിനിധി ശ്രീമതി മഞ്ജു അറിയിച്ചു. 1/4/2025 സെന്റ് ജൂഡ് പള്ളിയിൽ ക്രമീകരിച്ച നോമ്പുകാലത്തോടനുബന്ധിച്ചുള്ള 14 പള്ളികൾ സന്ദർശിച്ച് നടത്തിയ കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മുടെ യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. 25/5/2025 സെന്റ് ജൂഡ് പള്ളിയിൽ നടത്തിയ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും ആൻജോ എസ് അജയ്, ദ്യുതി ക്ലെമന്റ്, ആഷ്ലി നേവി എന്നീ കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും സജീവമായി പങ്കെടുത്തു. ആൾത്താര ബാലകരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ലാസുകളിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും ചാൾസ് മഹേഷ്, ആൻജോ എസ് അജയ് എന്നീ കുട്ടികൾ പങ്കെടുത്തു. 22/6/2025 നടത്തിയ യോഗത്തിൽ 2025 SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഡെസിയ ജോസ്, ഡെൽവിൻ ജോസ്, +2 മികച്ച വിജയം കരസ്ഥമാക്കിയ നിതിൻ എസ് എന്നീ കുട്ടികളെ അഭിനന്ദിക്കുകയും പേരുവിവരങ്ങൾ വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ ജോയി ടിയെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സെന്റ് ജൂഡ് ഇടവക തലത്തിൽ ഇവരെ ആദരിക്കുകയും ചെയ്തു. 6/7/2025 നടത്തിയ യോഗത്തിൽ പാപ്പായുടെ ചാക്രിക ലേഖന മത്സരത്തിൽ ആൻജോ, ആഷ്ലിൻ, ദ്യുതി എന്നിവർ കുട്ടികൾ വിഭാഗത്തിലും മഞ്ജു മുതിർന്നവരുടെ വിഭാഗത്തിലും സമ്മാനത്തിന് അർഹരായി പ്രതിനിധി വിദ്യാനിൽ അറിയിച്ചു. 3/8/2025 നടത്തിയ യോഗത്തിൽ ഉപലീഡർ ശ്രീമതി റോസമ്മ വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവനിവേശം എന്ന പഠന വിഷയത്തെ ആസ്പദമാക്കി യൂണിറ്റ് അംഗങ്ങൾക്കായി വചന വിചിന്തനം നടത്തി.
കൂടാതെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ മികച്ച കർഷകനായി ശ്രീ വൈ മണിയുടെ പേരുവിവരങ്ങൾ നൽകിയതായി സാമൂഹ്യ ശുശ്രൂഷ പ്രതിനിധി അറിയിച്ചു. തുടർന്ന് ലാറ്റിൻ കത്തോലിക്ക സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രി, പിന്നോക്കക്ഷേമ മന്ത്രി, ചീഫ് സെക്രട്ടറി, MLA എന്നിവർക്ക് നൽകി. 5/10/2025 കൂടിയ കുടുംബയോഗത്തിൽ 26/10/2025 മുതൽ 2/11/2025 വരെയുള്ള തീയതികളിൽ സെന്റ് ജൂഡ് ഇടവക തിരുനാൾ നടത്തുവാൻ തീരുമാനിച്ചതായും സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ദിവ്യബലി ക്രമീകരണം നടത്തേണ്ടത് 29/10 ബുധനാഴ്ചയാണെന്നും അന്നേ ദിവസം യെല്ലോ പർപ്പിൾ നിറത്തിലുള്ള യൂണിഫോം വസ്ത്രങ്ങൾ ധരിക്കാമെന്നും ലീഡർ ശ്രീമാൻ ജയകുമാർ അറിയിച്ചു. തിരുനാളിൽ കൂട്ടായ്മ, പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കാൻ ഓരോ അംഗങ്ങളും ശ്രമിക്കണമെന്നും കാഴ്ചവയ്പിൽ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകണമെന്നും ഉപലീഡർ ശ്രീമതി റോസമ്മ അറിയിച്ചു. 15/8/2025 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യൂസ് മത്സരത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും കാതറിൻ മഹേഷ്, ആൻജോ എസ് അജയ് എന്നിവർ സമ്മാനത്തിന് അർഹരായി. 2/10/2025 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ക്യൂസിൽ കാതറിൻ മഹേഷ് വിജയിച്ചു. 26/10/2025 നടത്തിയ കുടുംബയോഗത്തിൽ 19/10/2025 നടത്തിയ ഫെറോന തല കൗൺസിലിംഗ് മീറ്റിംഗിൽ കുടുംബ പ്രേക്ഷകത്വ സെക്രട്ടറി ശ്രീമതി റോസമ്മ പങ്കെടുത്തതായി അറിയിച്ചു. 16/11/2025 നടത്തിയ മീറ്റിംഗിൽ തിരുനാൾ വരി ഏറ്റവും കൂടിയ തുക സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ നിന്ന് ലഭിച്ചതായും കൂടാതെ സ്നേഹവിരുന്നിനായി തുകകളും സാധനങ്ങളുമായി പ്രത്യേകം നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ നൽകിയതായി ലീഡർ അറിയിച്ചു. 30/11/2025 നിറ്റ്സിന്റെ ഫണ്ട് ശേഖരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും സജീവ പങ്കാളിത്തം ഉണ്ടായതായി സാമൂഹ്യ ശുശ്രൂഷ പ്രതിനിധി അറിയിച്ചു. 13/12 മുതൽ 21/12 വരെ നടത്തിയ ക്രിസ്മസ് കരോളിൽ നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ വളരെ ഭക്തിയോടെ പങ്കെടുത്തിരുന്നു. കൂടാതെ ആൻജോ, ചാൾസ്, ആഷ്ലിൻ എന്നീ കുട്ടികൾക്ക് ക്രിസ്മസ് പാപ്പമാരായി പങ്കെടുത്തു. തുടർന്ന് 21/12/2025 നടന്ന ക്രിസ്മസ് ലേലത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 11/1/2026 നടത്തിയ യോഗത്തിൽ പ്രാർത്ഥനാ യോഗങ്ങളിൽ കുട്ടികളെ കൂടുതൽ പങ്കാളികളാക്കി അവരെ വിശ്വാസ പരിശീലനം നേടുവാനായി ബൈബിൾ വചന മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കി മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന കുട്ടിക്ക് പ്രോത്സാഹന സമ്മാനം നൽകുവാനും തീരുമാനിച്ചു. തുടർന്ന് യൂണിറ്റ് വാർഷിക ചർച്ചകൾ നടത്തി. വാർഷികത്തെ തുടർന്നുള്ള കലാമത്സരങ്ങൾ 18/1/26 കായിക മത്സരങ്ങൾ 26/1/26 പള്ളി അങ്കണത്തിൽ സിസ്റ്റർ ലൈസ മേരിയുടെ നേതൃത്വത്തിൽ നടത്താമെന്ന് തീരുമാനിച്ചു. വാർഷിക പരിപാടികൾക്കായി ഫുഡ് സ്പോൺസർ ശ്രീ പ്രഭാകരൻ, ശ്രീ ജയകുമാർ, ശ്രീ തിമത്യോസ്, ശ്രീമതി രാജി, ശ്രീമതി റോസമ്മ. ആർട്സ് സ്പോർട്സ് ഗിഫ്റ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ശ്രീമതി ലീന സനൽ. ക്രിസ്മസ് പാപ്പയായ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ശ്രീമതി ആൻസി മാത്യു. തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ വാർഷികാഘോഷം 1/2/2026 വൈകുന്നേരം 5:30 ശ്രീമാൻ പ്രഭാകരന്റെ വസതിയിൽ വെച്ച് നടത്താമെന്ന് ചർച്ചയിലൂടെ തീരുമാനിച്ചു. 25/1/2026 നടത്തിയ യോഗത്തിൽ 8/2/26 അന്തിയൂർക്കുളം ഇടവകയിൽ വെച്ച് നടക്കുന്ന BCC സംഗമത്തിൽ നമ്മുടെ യൂണിറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട 8 പ്രതിനിധികളും കൃത്യമായി പങ്കെടുക്കണമെന്ന് ലീഡർ അറിയിച്ചു. 1/2/2026 കട്ടക്കോട് പള്ളിയിൽ വെച്ച് നടക്കുന്ന പരീക്ഷാ ഒരുക്ക ധ്യാനത്തിൽ 5 മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ പ്രതിനിധി അറിയിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ BCCയിൽ എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെയും മുതിർന്നവരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും കൂടുതൽ ഭംഗിയായി നമ്മുടെ യൂണിറ്റിലെ വരും ദിവസങ്ങളിലെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുവാനായി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സദസ്സിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ശ്രീമതി സ്റ്റെല്ലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2/2/2025 മുതൽ 10/1/26 വരെയുള്ള വരവ് ചിലവ് വിവരങ്ങൾ. 2/2/25 മുൻ ബാക്കി 4 രൂപ. അന്നേ ദിവസത്തെ രഹസ്യ പിരിവ് കാണിക്ക 121 രൂപ, ആകെ 125 രൂപ. 27/4/25 വരവ് കാണിക്ക 120 രൂപ, ബാക്കി 245 രൂപ. 22/6/25 വരവ് കാണിക്ക 250 രൂപ, മുൻ ബാക്കി തുക 245 രൂപ, ആകെ 495 രൂപ. 6/7/25 വരവ് കാണിക്ക 120 രൂപ,
ആകെ 615 രൂപ. 3/8/25 വരവ് കാണിക്ക 315, മുൻ ബാക്കി 615, ചിലവ് ഇല്ല, ആകെ 930. 14/9/25 വരവ് കാണിക്കയില്ല, ചിലവ് 180, കുർബാനയ്ക്ക് പൂ വാങ്ങിയത്, ബാക്കി 780. 5/10/25 വരവ് 150, ബാക്കി 930. 26/10/25 വരവ് 172, ചിലവ് ഇല്ല, ബാക്കി തുക 1103 രൂപ. 16/11/25 വരവ് 57, ചിലവ് 1000, തിരുനാളിന് പൂ വാങ്ങിയതിന് നൽകി, ബാക്കി 160. 10/1/26 വരവ് കാണിക്കാൻ 200 രൂപ, ചിലവ് ഇല്ല, മുൻ നീക്കിയിരിപ്പ് 160 രൂപ, ബാക്കി 360. 26/1/26 കാണിക്കാൻ 130 രൂപ, തന്മാസ നീക്കിയിരിപ്പ് 360 രൂപ, ബാക്കി 490 രൂപ. അടുത്തതായി സമിതിതല റിപ്പോർട്ട് അവതരണം. ആദ്യമായി അജപാലന റിപ്പോർട്ട് അവതരണത്തിനായി ശ്രീ ക്രിസ്തുദാസ് അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, റിപ്പോർട്ട് അവതരിക്കുന്നതിന് മുമ്പ് 2 വാക്ക്. സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൻ്റെ വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എല്ലാ നന്മകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ നിറയ്ക്കണം, എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനെ കുറിച്ച് 2 വാക്ക്. AD 3-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ പീഡനം അതിരൂക്ഷമായ കാലഘട്ടത്തിലെ അനേകായിരങ്ങൾ രക്തസാക്ഷിയായ ആ സമയത്ത് ആണ് നമ്മളെ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ആണ് നമ്മളെ പുണ്യവാളൻ. ചെറുപ്പത്തിൽ തന്നെ സൈന്യത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തെന്നാൽ കാരാഗ്രഹത്തിൽ കഴിയുന്ന ക്രിസ്തു മതപീഡനത്തിലൂടെ കാരാഗ്രഹത്തിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കാനും അനുഗ്രഹിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം. ചക്രവർത്തി അംഗരക്ഷകനായി തലവനായി ഈ ഗുണവിശേഷങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അസാമാന്യമായ ധൈര്യവും ശക്തിയും കാര്യക്ഷമതയും സത്യസന്ധയും കൊണ്ട് അദ്ദേഹത്തെ അംഗരക്ഷകനായി മാറ്റി. രാജ്യകാര്യങ്ങളിൽ ചക്രവർത്തിക്ക് വിശുദ്ധൻ്റെ അഭിപ്രായം ആരാഞ്ഞു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള ഒരു ആർക്കും അറിയിച്ചില്ല. ക്രിസ്തുവിനെ പ്രതി മരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം. സെന്റ് സെബാസ്റ്റ്യൻ ഫ്രം സോൾജിയർ ടു ദ സെയിന്റ് എന്നൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ സെബാസ്റ്റ്യൻ്റെ ജീവിത ചരിത്രം ആണ് വിവരിക്കുന്നുണ്ട്. ഈ ഡോക്യുമെൻ്ററിയിൽ അവസാനത്തെ നാളുകൾ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റോമ നഗരം നിശ്ചലമായ ദിവസം ചക്രവർത്തിക്ക് പ്രിയങ്കരനായ സൈന്യാധിപൻ അമ്പുകളേറ്റ് കിടക്കുന്നു. മരിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ഇയാളെ വലിച്ചഴച്ചു കൊണ്ടുവരുന്നു. ചക്രവർത്തിയുടെ സമാധിയിലേക്ക് കല്ല് വാങ്ങിയ വേദിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന പട്ടാളക്കാരോടൊപ്പം ഏന്തി വരുന്ന പുണ്യവാളൻ. എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലാതെ അയാളെ പിടിച്ചെഴുന്നേൽക്കുമ്പോഴേക്കും ഡയക്ലേഷ്യസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സെബാസ്റ്റ്യനെ, നീ ഒരു വിഡ്ഢിയാണ്. ചക്രവർത്തിക്ക് നൽകാൻ സാധിക്കാത്ത ഈ ലോകത്തിൽ രാജപദവിക്ക് നൽകാൻ സാധിക്കാത്ത
എന്ത് പ്രത്യേകതയാണ് നീ വിശ്വസിക്കുന്ന ക്രിസ്തുവിലുള്ളത്? ഉടനെ സെബസ്ത്യാനോസ് വളരെ ശാന്തമായ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ ഈ ലോകത്തിലുള്ള രാജാവിനെ, ചക്രവർത്തിയല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകം കീഴടക്കിയ ചക്രവർത്തിയാണ് ഞാൻ ആരാധിക്കുന്നത്. പിന്നെ ഗദ കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ നിലം പതിച്ച് ടൈബറിൻ്റെ ആ നദിയുടെ വെള്ളത്തിലോട്ട് വലിച്ചിഴക്കുകയായിരുന്നു. വെള്ളത്തിലേക്ക് ചക്രവർത്തിയുടെ അവസാനത്തെ ആജ്ഞ ഇപ്രകാരമായിരുന്നു: ആരും ഇയാളെ അനുകരിക്കരുത്. ദൈവത്തിനു വേണ്ടി സഹനം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർ ഉന്നതരാവുന്നതാണ്. സഹനമുണ്ടെങ്കിൽ അവിടെ കിരീടമുണ്ട്. സഹനം നിത്യതയ്ക്കുള്ള വാതിലായി തുറക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണ്, മനുഷ്യരാണ്. യാതൊരു ഭയവും കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കേണ്ടവരാണ്. സെബസ്ത്യാനോസ് പുണ്യവാളൻ, രക്തസാക്ഷി, ഈ സാധനങ്ങൾ എല്ലാം ഏറ്റെടുത്തത് ഈ ഭൂമിക്ക് വേണ്ടിയല്ല, സ്വർഗത്തിലേക്കുള്ള യാത്രയിലായിരിക്കും. സാധനങ്ങളെ രക്ഷാകരമാക്കുക, ഈശോയെ ചങ്ക് പറിച്ച് സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? ചങ്ക് പറിച്ച് സ്നേഹിക്കുക. വിശുദ്ധ കുർബാനയിലൂടെയും ബൈബിൾ വായനയിലൂടെയും കുടുംബ പ്രാർത്ഥനയിലൂടെയും അതിന്റെ മറുപടിയായി ദൈവം അനുഗ്രഹം, എല്ലാവർക്കും അനുഗ്രഹം, ആൾമൈറ്റി പവർ കിട്ടും. കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങൾ വളരണം. അതിലൂടെ ഓരോ വ്യക്തികളും വളരണം. അതിലൂടെ നമ്മുടെ പള്ളി വളരണം. നെയ്യാറ്റിൻകര രൂപത വളരും. ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈ നല്ല ഇടയൻ ഈശോയോട് ചേർന്ന് എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കാനുള്ള കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രവർത്തന റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻ അജപാലന സമിതി റിപ്പോർട്ട് ഫോർ ദ ഇയർ 2025-2026. സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ കുടുംബയോഗം മാസത്തിൽ 1 വീതം നടന്നു വരുന്നു. കുടുംബ പ്രാർത്ഥനയോടെ യോഗം ഞായറാഴ്ച ദിവസങ്ങളിൽ 3 മണിക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടുകൂടി ആലപിച്ച് കുടുംബനാഥൻ സ്വാഗതം പറയുകയും ലീഡർ ആമുഖ സന്ദേശം ഓരോ വചനം പറഞ്ഞ് ഈശോയെ യോഗമധ്യേ ക്ഷണിക്കൽ, ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ വായന, വചന വിചിന്തനം, ജീവന്റെ വചനം തിരഞ്ഞെടുക്കൽ, സ്തുതിപ്പിന്റെ ഗാനം, ഓരോ പഠനവും ആസ്പദമാക്കി ക്ലാസ് എടുക്കൽ, സ്വയം പ്രേരിത പ്രാർത്ഥന, ഓരോ സമിതിയുടെയും റിപ്പോർട്ട് അവതരണം, ധനശേഖരണം, ഹാജർ, സമാപന പ്രാർത്ഥന, നന്ദി, മാതാവിന്റെ ഗാനം ആലപിച്ച യോഗം അവസാനിക്കുന്ന രീതിയിൽ നടത്തി വരുന്നു. അജപാലന സമിതിയുടെ നേതൃത്വത്തിൽ യൂണിറ്റിലെ കിടപ്പ് രോഗി ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി ശ്രീമാൻ വിജയരാജിന്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങി ശ്രീമാൻ തിമോത്തിയോസിന്റെ ഭവനത്തിൽ അവസാനിക്കുന്ന രീതിയിൽ നടത്തുകയുണ്ടായി. ഏപ്രിൽ 19 ദുഃഖ വെള്ളിയാഴ്ച കുരിശിന്റെ വഴിയിലും തുടർന്നുള്ള ആരാധനയിലും യൂണിറ്റിന്റെ അംഗങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. അടുത്തവരെ ബാലകർക്കായി ബ്രദർ സുബിന്റെ നേതൃത്വത്തിൽ മെയ് മാസത്തിൽ ക്ലാസ് നടന്നു. അതിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഒരു കുട്ടി പങ്കെടുത്തു. സെന്റ് ജൂഡ് പള്ളിയിൽ സിസ്റ്റർ ഹൈജ മേരിയുടെ നേതൃത്വത്തിൽ 11 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുകയും 25/5/25 ആദ്യ കുർബാന സ്വീകരണം നടക്കുകയും ചെയ്തു. നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഒരു കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. ആരാധനാ ക്രമത്തിനെ കുറിച്ചുള്ള ക്ലാസ്
സെൻറ്റ് സേവിയേഴ്സ് പാരിഷ് ഹാളിൽ വെച്ച് BCC KCYM മതബോധന യൂണിറ്റുകൾ ചേർന്ന് 27/7/25 2 മണിക്ക് നടന്നു. നമ്മുടെ യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തു. പള്ളി തിരുനാളിന് ഒക്ടോബർ 29-ാം തീയതി ബൈബിൾ പാരായണം, യോമാല, ദിവ്യബലി ക്രമീകരണങ്ങൾ നടത്തിയതിൽ യൂണിറ്റ് അംഗങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. ക്രിസ്മസ് കരോൾ നമ്മുടെ യൂണിറ്റിൽ ഡിസംബർ 14-15 തീയതികളിൽ നടത്തി. യൂണിറ്റിൽ നിന്നും സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. നമ്മുടെ ലീഡറിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാവരും ഒത്തൊരുമയോടെ യൂണിറ്റ് വളർന്നു മുന്നോട്ട് പോകുന്നു. റിപ്പോർട്ട് അവതരണത്തിനായി സ്റ്റിജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫെബ്രുവരി മുതൽ 2026 ജനുവരി വരെ സാമൂഹിക ശുശ്രൂഷ സമിതി നടത്തിയ പ്രവർത്തനങ്ങൾ. 2/3/2025 ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി പായസ ചലഞ്ച് നടത്തി. 4/5/2025 മെയ് 1 തൊഴിലാളി ദിനം ആചരിച്ചു. ഓരോ യൂണിറ്റിൽ നിന്നും ഒരു മുതിർന്ന തൊഴിലാളിയെ ആദരിച്ചു. 500 രൂപയും മൊമെന്റവും നൽകി. യൂണിറ്റിൽ നിന്ന് ശ്രീമാൻ സേവ്യർ അർഹനായി. 1/6/2025 നിർധനരായ 3 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് നൽകി. 15/6/2025 ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം സംഘടിപ്പിച്ചു. ഇടവകയിലെ 64 അംഗങ്ങൾ പങ്കെടുത്തു. 17/8/25 മികച്ച അടുക്കള കൃഷിക്കുള്ള സമ്മാനം നമ്മുടെ ഇടവകയിലെ ശ്രീമതി നിഷി സെഞ്ചുറി യൂണിറ്റ് അർഹയായി. 30/8/2025 ഓണത്തോടനുബന്ധിച്ച് കാർഷിക വിപണമേള സംഘടിപ്പിച്ചു. ഇടവകയിലെ അംഗങ്ങൾ പങ്കെടുത്തു. 11/10/2025 സ്വയം തൊഴിൽ കണ്ടെത്തലിന്റെ ഭാഗമായി കൂൺ കൃഷി പരിശീലനം നടത്തി. കൂൺ വിത്ത് നൽകി. 30/11/2025 സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തി. 20/12/2025 കരുതലോടെ എന്ന പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടവകയിലെ ഒരു കുടുംബത്തിന് നെറ്റ്സും KLCWയും ചേർന്ന് 5200 രൂപയും പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറി, തുണി എന്നിവ സെന്റ് ജൂഡ് യൂണിറ്റിലെ ശ്രീ യേശുദാസിന്റെ കുടുംബത്തിന് നൽകി. 31/12/2025 നെറ്റ് സംഭാവനമായി ഗ്യാസ് സ്റ്റൗ സെന്റ് ജൂഡ് ചർച്ചിന് വാങ്ങി നൽകി. 25-26 വർഷങ്ങളിൽ വിദ്യാഭ്യാസ സമിതി നടത്തിയ പ്രവർത്തനങ്ങൾ. 1/6/2025 നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി. ജൂൺ 8 ഇടവകയിൽ വിദ്യാഭ്യാസ ദിനമായി ആചരിച്ചു. SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡെസിയ M. ജോസ്, ഡെൽവിൻ ജോസ് എന്നിവരെയും +2-ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ നിതിൻ S. എന്നിവരെ സെന്റ് ജൂഡ് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇടവക തലത്തിൽ ആദരിച്ചു. 20/1/2025 ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി നടത്തിയ കരിയർ ഓറിയന്റേഷൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ വിജയോത്സവത്തിലും നിതിൻ S. പങ്കെടുത്തു. ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി നടത്തിയ സ്കിൽ ട്രെയിനിങ് ഓൺഗോയിങ് ക്ലാസ്സിന് ദ്യുതി ക്ലമൻ പങ്കെടുത്തു. 2025 ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖന മത്സരത്തിൽ UP വിഭാഗം ദ്യുതി ക്ലമൻ, സീനിയർ വിഭാഗം മഞ്ജു ക്ലമൻ സമ്മാനത്തിന് അർഹരായി. ജൂണിൽ നടത്തിയ ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരത്തിൽ UP വിഭാഗം ആൻഡോ S. അജയ്, സീനിയർ വിഭാഗം ദിയ ക്ലമന്റ് സമ്മാനം നേടി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മതബോധന അധ്യാപകരെ ആദരിച്ചു. നമ്മുടെ യൂണിറ്റിലെ മതബോധന അധ്യാപിക ശ്രീമതി ആൻസി മാത്യുവിനെ ആദരിച്ചു. നവംബറിൽ നടത്തിയ 7 കൂതാശകളുടെ ചാർട്ട് മത്സരത്തിൽ UP വിഭാഗം ആൻഡോ S. അജയ് ഫസ്റ്റ്, ആഷ്ലിൻ സെക്കൻഡ്. 2025 ഡിസംബറിൽ വിദ്യാഭ്യാസ സമിതി നടത്തിയ ക്രിസ്മസ് കാർഡ് മത്സരത്തിൽ UP വിഭാഗം ആഷ്ലിൻ ഫസ്റ്റ്, HS വിഭാഗം കാതറിൻ മഹേഷ്, പാരന്റ്സ് വിഭാഗം വിദ്യ അനിൽ എന്നിവർ സമ്മാനം നേടി. ഡിസംബറിൽ നടത്തിയ ഉണ്ണീശോയ്ക്കൊരു കത്ത് മത്സരത്തിൽ UP വിഭാഗം ആഷ്ലിൻ ഫസ്റ്റ്, ആൻജോ സെക്കൻഡ് എന്നിവർ സമ്മാനത്തിന് അർഹരായി. കൂടാതെ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി നടത്തിയ പുസ്തകമേളയിലും ലൈബ്രറിക്ക് വേണ്ടിയുള്ള പുസ്തക കളക്ഷനിലും നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ 20 പരം പുസ്തകങ്ങൾ വാങ്ങി നൽകി. മാതാവിന്റെ ചിത്രത്തിന് കളറിംഗ് മത്സരം, ഗാന്ധി ജയന്തി ക്വിസ്, പരിസ്ഥിതി ദിനം, ഉപന്യാസ മത്സരങ്ങൾ, ജവഹർലാൽ നെഹ്റു ക്വിസ് എന്നിവയിലും യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഓഗസ്റ്റ് 16 നടത്തിയ സ്വാതന്ത്ര്യ സമര ക്വിസിൽ കാതറിൻ മഹേഷ് ഫസ്റ്റ്, ആൻഡോ S. അജയ് സെക്കൻഡ് സമ്മാനത്തിന് അർഹരായി.
4/1/2026 രൂപത പ്രോഗ്രാമായ യങ് പാരൻസിനുള്ള നെസ്റ്റ് എന്ന ക്ലാസ് നടത്തി. കട്ടക്കോട് സെന്റ് ആന്റണീസ് പള്ളിയിൽ വെച്ച് 1/2/2026 ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി നടത്തുന്ന പരീക്ഷ ഒരുക്ക ധ്യാനത്തിന് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവതരണത്തിനായി ആൻസി മാത്യുവെ ക്ഷണിക്കുന്നു. ആൽമായി സംഘടന റിപ്പോർട്ട് 2025. KLCയുടെ അംഗത്വം ലഭിക്കാത്ത എല്ലാ 30 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്കും ഐഡന്റിറ്റി കാർഡ് നൽകുവാനും അംഗത്വം പുതുക്കുവാനുമായി ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. പുതിയതായി ചേർക്കേണ്ടവരെ ചേർത്തു. കുരിശുമല തീർത്ഥാടനമായി പാതയം പരിപാടി നടത്തുകയും എല്ലാ യൂണിറ്റിൽ നിന്നും പിരിവെടുത്ത തുക ഏൽപ്പിക്കുകയും ചെയ്തു. ആൽമായി സംഘടനയുമായി ബന്ധപ്പെട്ട വിൻസെന്റ് ഡീപോൾ ഓണത്തിനും ക്രിസ്മസിനും കിറ്റ് നൽകുകയും പ്രൊജക്ട് ലോൺ 6 പേർക്ക് നൽകുകയും ചെയ്തു. മറ്റെല്ലാ കാര്യങ്ങളും ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. കുടുംബ പ്രേക്ഷിത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി മിസസ് റോസമ്മ ജയനെ സ്വാഗതം ചെയ്യുന്നു. 2025-26 ജനുവരി 7 കുടുംബ പ്രേക്ഷിത സമിതിയുടെ വാർഷിക റിപ്പോർട്ട്. 2025 മാർച്ച് 16 സെന്റ് ജൂഡ് പള്ളിയിൽ ജനറൽ ബോഡി യോഗം ചേർന്ന് പദ്ധതികൾ രൂപീകരിച്ചു. 4 അംഗങ്ങൾ പങ്കെടുത്തു. 22/6/25 ദിവ്യബലിക്ക് ശേഷം മീറ്റിംഗ് കൂടി മുത്തശ്ശന്മാരുടെ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനങ്ങളെടുത്തു. യോഗത്തിൽ 2 പേർ പങ്കെടുത്തു. 27/25 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മുത്തശ്ശന്മാരുടെ ദിനമായി ആഘോഷിച്ചു. 11 മുത്തശ്ശന്മാരെ ഇടവക വികാരി ജസ്റ്റിൻ ഡൊമിനിക് അച്ഛൻ ജോമാല നൽകി ആദരിച്ചു. 5/10/25 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മീറ്റിംഗ് കൂടി തിരുനാളിനെ പറ്റി ചർച്ച ചെയ്തു. യോഗത്തിൽ 4 പേർ പങ്കെടുത്തു. 12/10/25 കട്ടക്കോട് ഫെറോനയുടെ നേതൃത്വത്തിൽ അന്തൂർക്കോണം സ്കൂളിൽ വെച്ച് നടന്ന അവബോധന ക്ലാസ്സിൽ സമിതിയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 15/11/25 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മീറ്റിംഗ് കൂടി തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുന്നതിനെ പറ്റി തീരുമാനിച്ചു. 4 പേർ പങ്കെടുത്തു. 28/12/25 ഞായറാഴ്ചത്തെ ദിവ്യബലിയുടെ ക്രമീകരണങ്ങൾ നടത്തിയത് കുടുംബ പ്രേക്ഷിതത്വ സമിതിയാണ്. തിരുക്കുടുംബ തിരുനാൾ വളരെ മനോഹരമായി ആഘോഷിച്ചു. ദിവ്യബലിക്ക് ശേഷം ഉണ്ണിയപ്പവും ചായയും വിതരണം ചെയ്തു. 18/1/26 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മീറ്റിംഗ് കൂടി 4 അംഗങ്ങൾ പങ്കെടുത്തു. ഇതുവരെ 25 രോഗി സന്ദർശനവും 13 മരണഭവന സന്ദർശനവും നടത്തി. ഒരു രോഗിക്ക് അത്യാവശ്യം സാധനങ്ങളും വാങ്ങി നൽകി. അവതരണത്തിനായി KCYM പ്രവർത്തന റിപ്പോർട്ട്. ഫെബ്രുവരി 2, 2025 മുതൽ ഞാൻ KCYM പ്രതിനിധിയായി പ്രവർത്തിച്ചു വരുന്നു. ഈ കാലയളവിൽ യൂണിറ്റിലെ KCYM അംഗങ്ങൾ നിരവധി ആത്മീയ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ യൂണിറ്റിൽ 10 KCYM അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഏപ്രിൽ മാസം 14 RCCയിലെ രോഗികൾക്ക് പൊതിച്ചോറ് വിതരണം നടത്തിയതിലും ഏപ്രിൽ 21 കുരിശുമല തീർത്ഥാടനത്തിലും KCYM അംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ അഖണ്ഡ ജപമാല KCYMന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 17 KCYM ഫണ്ട് കളക്ഷന്റെ ഭാഗമായി യൂണിറ്റിലെ ഭവനങ്ങളിൽ നിന്ന് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തു. സെപ്റ്റംബറിൽ നടന്ന ഫെറോന കലോത്സവത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ നിത്യയ്ക്ക് ബൈബിൾ ക്വിസിനും ഫോട്ടോഗ്രാഫിക്കും 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും സെന്റ് ജൂഡ് KCYM ഫെറോന തലത്തിൽ ഓവറോൾ 2ാം സ്ഥാനം നേടുകയും ചെയ്തു. 2026 ന്യൂ ഇയർ ആരാധന ക്രമീകരണങ്ങൾക്ക് യൂണിറ്റിലെ KCYM അംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജാനുവരി 26 അനാഥാലയ സന്ദർശനം, നവജീവൻ വെള്ളനാട്. സെന്റ് ജൂഡ് KCYM നടത്തിയ അനാഥാലയ സന്ദർശനത്തിലും യൂണിറ്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. ഭംഗിവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരി കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായ രീതിയിൽ മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും തിരുത്തുകയും എല്ലാവരെയും ഒരുപോലെ കരുതുകയും ചെയ്യുന്ന നമ്മുടെ ഇടവകയുടെ അമരക്കാരനായി നിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടവക വികാരി ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ഡൊമിനിക് അച്ഛനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള BCC ലീഡർ ജയമാനേട്ടൻ, ഇവിടെ നമ്മുടെ ഇടവകയിൽ പകലന്തിയോളം സേവനം ചെയ്യുന്ന മദർ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന BCC കോർഡിനേറ്റർ, എഡ്യൂക്കേഷൻ പ്രതിനിധി, അതുപോലെ തന്നെ സെൻറ് തോമസ് BCC ലീഡർ
സൂചിപ്പിച്ച ഡീക്കൻ, മറ്റ് BCC യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ, സെൻറ്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിലെ അംഗങ്ങളെ, സിസ്റ്റേഴ്സ്. നമ്മുടെ BCCകൾ കൂട്ടായ്മകളാണ്, പ്രാർത്ഥന കൂട്ടായ്മകളല്ല, മറിച്ച് കൂട്ടായ്മ, പ്രാർത്ഥന അതിൻ്റെ ഭാഗം മാത്രം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ കൂടിവരവുകൾ നമ്മളെ എപ്പോഴും കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കുവാനായിട്ട് ഉപകരിക്കണം എന്നുള്ളതാണ് വൈപ്പം. സെൻറ്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിലുള്ള കുറേയധികം അംഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഇവിടെ എല്ലാവരും ഉണ്ടോ എന്ന്. കുറേ പേർക്ക് ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇത് വാങ്ങേണ്ട ആൾക്കാരിവിടെ ഉണ്ടോ? കാരണം സെൻറ്റ് ആൻ്റണീസിലുള്ളവരുണ്ട്, സെൻറ്റ് തോമസിലുള്ളവരുണ്ട്, പിന്നെ ലീഡർമാരാണ്. സെൻറ്റ് ജോസഫിലുള്ളവരുണ്ട്. അതെ, വേറെ വിളിച്ച് ലീഡർമാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സെൻറ്റ് സെബാസ്റ്റ്യനുള്ളവർ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ ഈ വരുന്ന വർഷത്തെ BCC കൺവെൻഷൻ, വരുന്ന വർഷത്തെ വിഷയ അവതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു ക്ലാസ് തുടങ്ങി. ഞാൻ അതിന് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നേരത്തെ ഫൊറോനയിൽ ക്ലാസ് എടുക്കാണ്ട് പോയായിരുന്നു. ഒത്തിരി പ്രതിനിധികൾ, 1000-ഓളം ആൾക്കാർ ആ ഫൊറോനയിൽ നിന്ന് ലോഗോസിൽ വലിയൊരു ഹോൾ നിറച്ച് വീണ്ടും പുറത്തു പോയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നമുക്ക് ആലോചിക്കുകയായിരുന്നു, നമ്മൾ കട്ടക്കോട് ഫൊറോനയുടെയും ഇങ്ങനെ BCC കൺവെൻഷൻ വരുന്ന ആഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടവകയിൽ ഉള്ള പ്രതിനിധികൾ പങ്കെടുക്കേണ്ടതാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ BCCയിലുള്ള 8 അംഗങ്ങൾ അതിൽ പങ്കെടുക്കേണ്ടതുമാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്നൊരു വിഷയം വളരെ രസകരമായിട്ട് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പ്രവൃത്തിപഥത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു വിഷയമാണ് വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ആഴ്ചകൾ കേട്ട് അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കും. കൂടുതൽ നമ്മൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഹ്വാനമാണ് ഈ വരുന്ന വർഷം നമുക്ക് ലഭിക്കുക. കാരണം BCC കൂട്ടായ്മയുടെ ലക്ഷ്യം പരസ്പരം അറിയുകയാണ്, പരസ്പരം മനസ്സിലാക്കുക, വിട്ടുവീഴ്ച മനോഭാവങ്ങളോടുകൂടി ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. എല്ലാവർക്കും കുറവുണ്ടാകും. അപ്പം അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെങ്കിൽ യേശു സ്വീകരിച്ച മാർഗം നമ്മളും സ്വീകരിക്കണമെന്നാണ്. ഒന്ന്, എൻ്റെ അടുത്തുള്ള വ്യക്തിയുടെ ഉള്ളിലോട്ടിറങ്ങി ആ വ്യക്തിയുടെ ഹൃദയം മനസ്സിലാക്കാൻ, ഉള്ളു മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നാണ്. അത് പരസ്പരം കഴിയുമ്പോഴാണ് ബന്ധം ബലപ്പെടുന്നതെന്നാണ് പറയുക. അതാണ് ഈശോ നൽകുന്ന സന്ദേശം. ഈശോയുടെ ജീവൻ നൽകുന്ന സന്ദേശം അതാണ്. അതായിരുന്നു ഈശോയുടെ എക്കാലത്തുമുള്ള പ്രവർത്തന രീതി അങ്ങനെയായിരുന്നു. ഒരു വ്യക്തി പെരുമാറുന്ന രീതി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ട് നമ്മൾ പ്രതികരിക്കണമെന്നാണ്. ആ വ്യക്തിയോട് എതിരായിട്ട് പ്രവർത്തിക്കണമെന്നല്ല, മറിച്ച് ആ വ്യക്തിയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അപ്പോൾ ഈ കൂട്ടായ്മകൾ, BCCയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആ BCC യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളെല്ലാം പരസ്പരം ഉള്ള അറിവിൽ വളരണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണും. ഇപ്പൊ നമുക്ക് ലീഡറുണ്ട്, ഓരോ പ്രതിനിധികളുണ്ട്. അവരുടേത് മാത്രമല്ല BCC, അവരുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നൊന്നുമില്ല. അതങ്ങനെയാണ്? ഒരിക്കലും അങ്ങനെയില്ല. വീടുകളിൽ പോലും നമുക്കറിയാം, വീടുകളിൽ പോലും ഇഷ്ടമില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുക. ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള ഇത് തന്നെയാണ് കുടുംബം. ഇതിന് വലിയൊരു ഫോർമാറ്റാണ് BCC കൂട്ടായ്മ എന്ന് പറയുന്നത്. ഒരു കൊച്ചു കുടുംബത്തിന് വലിയൊരു ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ പല കുടുംബങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ പരസ്പരം സ്നേഹത്തിൽ, ഐക്യത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ആദിമ ക്രൈസ്തവ കൂട്ടായ്മകൾ നമുക്ക് നൽകുന്ന സന്ദേശം. അതിന് ഏറ്റവും അത്യുത്തമമായിട്ട് എപ്പോഴും അപ്പോസ്തലന്മാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ്. അത് എങ്ങനെയെങ്കിലുമല്ല, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ദൈവശാസ്ത്രവശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണമെന്നുള്ളതാണ്. അത് നമ്മൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നു. അത് കൂടുതൽ പ്രവർത്തിപഥത്തിൽ എത്തിക്കാൻ സാധിക്കുന്നത് BCC തലങ്ങളിലാണ്.
ഇപ്പൊ സെന്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിലുള്ള അംഗങ്ങൾ പരസ്പരം സ്നേഹത്തില്, സൗഹൃദത്തില് മറ്റൊരു വ്യക്തിയുടെ വിഷമം, പ്രയാസം, പ്രശ്നങ്ങൾ എൻ്റേതും കൂടിയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്നാണ്. അവിടെയാണ് കൂട്ടായ്മ ബലപ്പെടുന്നത്, മനസ്സിലാക്കലുകൾ അല്ലയോ? അപ്പൊ അത്തരത്തിലുള്ള ജീവിത രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ BCC കൂടെ ശക്തിപ്പെടുകയുള്ളൂ. നമുക്ക് ഒരു വീട്ടിലെ BCC കൂട്ടായ്മ വയ്ക്കുമ്പോഴും അവിടെ പോകാനായിട്ട് തോന്നണം. പലപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതൊന്നും നമ്മളെ അങ്ങോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അവളുടെ വീട്ടിൽ, അവൻ്റെ വീട്ടിൽ, അപ്പൊ ആ ഒരു മനോഭാവത്തിനോട് കടന്നു പോകാറുണ്ട്. അതിനെ മറികടക്കണം നമ്മളെന്നാണ്. അതിനെ മറികടക്കണം. അതിനെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നു. ആ ഒരു മനോഭാവത്തിലേക്ക് വരണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാ ഞായറാഴ്ചയും എങ്കിലും പള്ളിയിൽ വരുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. അത് ഉൾക്കൊള്ളാൻ തയ്യാറായേ പറ്റൂ. അത് ജീവിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ BCC യോഗങ്ങൾ കൂടുതൽ ജീവസുറ്റതായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ മാത്രമേ മാസത്തിൽ ഒരിക്കലാണ് നമ്മളിവിടെ കൂടുന്നത്. ഒരിക്കൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലോട്ട് വന്നിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ലൊരു ബന്ധം ഈ ഒരു ചുറ്റുവട്ടത്തിൽ പരസ്പരം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അതിന് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ വർഷത്തിൽ ഒരിക്കലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു വാർഷിക സമ്മേളനങ്ങൾ, കൂടിവരവുകൾ, അതിന് നമ്മളെ കൂടുതൽ പ്രചോദിതരാക്കണം, കൂടുതൽ ഊർജം പകരുന്ന ഒന്നായിട്ട് തീരണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചു. ചിലരൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ആവും. ഏറ്റവും അവസാനം KCVM-ന്റെ റിപ്പോർട്ട് അത് ഫോർമാറ്റ് കൊള്ളാം. പക്ഷേ ചിലരൊക്കെ അവതരിപ്പിച്ചത് ഇടവക, ഞാൻ സംശയിച്ചു പോയത് ഇടവക റിപ്പോർട്ടാണോ യൂണിറ്റ് റിപ്പോർട്ടാണോ സംശയമായി. കാരണം ഒരു പ്രോഗ്രാം ഇടവകയിലുണ്ട്, പക്ഷെ അതിൽ നമ്മുടെ ഇടവകയിലുള്ള പങ്കാളിത്തം എത്രയെന്ന് നമ്മൾ എഴുതണം. അവർ മനസ്സിലായില്ലേ? ഇപ്പോൾ ലിറ്റിൽ വേ കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു എങ്കിൽ നമ്മുടെ യൂണിറ്റിലുള്ള ഇത്ര ലിറ്റിൽ വേ കുട്ടികളുണ്ട്, അതിൽ ഇത്ര പേര് പങ്കെടുത്തു എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. അതാണ് നമ്മുടെ റിപ്പോർട്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒന്നിച്ചുള്ള കൂടിവരവുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെ നമ്മുടെ എല്ലാ കുട്ടികളെയും പള്ളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും, എങ്ങനെ അവരെ കൂദാശകൾ കൃത്യമായിട്ട് സ്വീകരിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ചില വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. വാർത്തക സജ്ജമായിട്ട് അല്ലെങ്കിൽ അവരെ പോയി സന്ദർശിക്കാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ മരുന്ന് വാങ്ങുവാൻ കഴിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുണ്ടാകാം. അവരെയെങ്കിലും ചെറിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളോട് വരുമ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെ ആൾക്കാരാണ്, എൻ്റെ ആൾക്കാരാണ്, ഞങ്ങളുടെ ആൾക്കാരാണ് എന്നുള്ള തോന്നലുണ്ടാകും. അത് ഉണ്ടാകണം. അതാണ് BCCയുടെ പ്രധാന ലക്ഷ്യവും. പരസ്പരമുള്ള ബന്ധത്തിൽ ബലപ്പെടണം, ആഴപ്പെടണം എന്നുള്ളതാണ്. അപ്പം അതിന് നമുക്ക് സാധിക്കണം. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം വേറെയാണ്. അഭിപ്രായ വ്യത്യാസത്തിന് ഈ പരസ്പര ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും മറ്റു തടസ്സമാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം എപ്പോഴും അതൊരു ഐഡിയോളജിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് എപ്പോഴും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന് സാധിക്കേണ്ടത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ ദിവസത്തെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു. താങ്ക് യു. അടുത്തതായി ആദരിക്കൽ ചടങ്ങാണ്. ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും സ്നേഹത്തോടും സമർപ്പണത്തോടും നമ്മുടെ കൂടെ BCC യൂണിറ്റിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നമ്മെ പിന്തുണയ്ക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ലൈസ മേരി സിസ്റ്ററിന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ലീഡർ ശ്രീ ജയകുമാർ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൊന്നാട ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട ലൈസ മേരി സിസ്റ്ററെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി വിവാഹം കഴിഞ്ഞ് 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാർക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ജസ്റ്റിൻ ഡൊമിനിക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പേര് വിളിക്കുന്നതനുസരിച്ച് ദമ്പതിമാർ മുന്നോട്ട് വരേണ്ടതാണ്. ഒന്നാമതായി ശ്രീ പ്രഭാകരൻ ആൻഡ് ശ്രീമതി അംബിക.
ജോൺസൺ ആൻഡ് ശ്രീമതി ശോഭന. അടുത്തതായി ശ്രീമതി ബിന്ദു. അടുത്തതായി ശ്രീ വിജയരാജൻ ആൻഡ് ശ്രീമതി റോസമ്മ. അടുത്തതായി ശ്രീ സനൽ രാജ് ആൻഡ് ശ്രീമതി ലീന സനൽ. അടുത്തതായി ശ്രീ എഡ്വേർഡ് തോമസ് ആൻഡ് ശ്രീമതി ഗീതാ കുമാരി. അടുത്തതായി വൈ മണി ആൻഡ് ശ്രീമതി ലീല മണി. സന്തോഷ് കുമാർ ആൻഡ് ശ്രീമതി ഷീല റാണി. അടുത്തതായി ശ്രീ ക്രിസ്തുദാസ് ആൻഡ് ശ്രീമതി മേഴ്സി ജാനറ്റ്. അടുത്തതായി ശ്രീ തിമത്യോസ് ആൻഡ് ശ്രീമതി സുശീല. അടുത്തതായി ശ്രീ രാജൻ ആൻഡ് ശ്രീമതി ബീന രാജൻ. ജസ്നച്ച, ജയകുമാർ, കോർഡിനേറ്റർ മാനുവൽ, ജോയ്സ്, സിന്ധു, വേദിയിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും നിങ്ങളുടെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഈ യൂണിറ്റിലെ അനിമേറ്ററായിട്ട് വരുമ്പോൾ ജയകുമാർ തന്നെയാണ് ഇവിടുത്തെ ലീഡർ. അന്ന് ഒരു യൂണിറ്റ് BCC യൂണിറ്റ് വന്നാൽ ഇപ്പം കാണുന്ന വാർഷികത്തിന് കൂടിയിരിക്കുന്നിടത്തോളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് BCC യൂണിറ്റിലേക്ക്. ഇത് ഇവിടുത്തെ മാത്രമല്ല, പേരുടെ എല്ലാ യൂണിറ്റിലും നല്ല പങ്കാളിത്തമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. 94 ഗ്രിഗറി അച്ഛൻ BCC എന്താണെന്നും അതെങ്ങനെ ഇടവകയിൽ പ്രവർത്തിക്കണമെന്നും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ അത് വന്ന് ഈ പേയാട് ഇടവകയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുകയും അതനുസരിച്ച് ഓരോ യൂണിറ്റും പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് ആ ഇടവകയിൽ നിന്ന് ഒരു 6 യൂണിറ്റിനെ വേർപെടുത്തി കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടും കൂടുതൽ ഉന്മേഷത്തോടും കൂടി വളരുവാനായിട്ട് മാതൃ ഇടവക കാണിച്ച ആ വലിയ ത്യാഗത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് വേദന ഉണ്ടായി എങ്കിൽ അത് വേദന എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണാം, നിങ്ങൾ വളർന്നോ തളർന്നോ എന്ന്. ഞാൻ പറയും, നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വളരാം. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ആധ്യാത്മികമായിട്ടും ശാരീരികമായിട്ടും യൂണിറ്റ് പരമായിട്ടും കുടുംബപരമായിട്ടും സൗഹൃദപരമായിട്ടും എല്ലാം വളരുവാൻ കഴിയും. അച്ഛനോടെ പറഞ്ഞു, ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഓരോ BCC കൂട്ടായ്മയും. അതെ, അവിടെ ആരൊക്കെ എന്തൊക്കെ എങ്ങനെ എവിടെ എന്നൊക്കെ
കൂടുതൽ അടുത്തറിയുന്നതിനുള്ള ഒരു വേദി. അതെല്ലാവരും ഇവിടെ വന്നെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇന്ന കുടുംബത്തിൽ ഇന്നതൊക്കെ ഉണ്ട്, വിഷമങ്ങളുണ്ട്, രോഗമുണ്ട്, ഈ ഹോസ്പിറ്റലിൽ ആളുണ്ട്, അങ്ങനെയല്ല. അതെല്ലാം അറിയിക്കുമ്പോഴാണ് നമ്മുടെ ഒരു വീട്ടിൽ ആർക്കെങ്കിലും രോഗം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഒരുമിച്ച് ചേരുന്നത് പോലെ ഓരോ കൂട്ടായ്മയും ഒരുമിച്ച് ചേർന്ന് ആ ദുഃഖങ്ങളിലും സന്തോഷത്തിലും എല്ലാം പങ്കുചേരുന്നതാണ് ദൈവത്തിൻ്റെ ഈ ചെറു പതിപ്പായ ഇടവകയുടെ പതിപ്പായ രൂപതയുടെ പതിപ്പായ ഓരോ BCC യൂണിറ്റ്. അതിന് എല്ലാവരും ഇനിയും കൂടുതൽ പ്രയത്നിക്കേണ്ടതുണ്ട്, വന്നു ചേരേണ്ടതുണ്ട്. സെൻറ്റ് ജൂഡിലെ 6 യൂണിറ്റും നല്ലതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സെൻറ്റ് ആൻ്റണി യൂണിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ യൂണിറ്റിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ പോകാൻ ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു, അവർക്കും അസൗകര്യം, അതുകൊണ്ടാണ് പോകാതെ. പക്ഷേ എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ പറ്റുന്നിടത്തെല്ലാം പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിലുപരി എനിക്ക് ഈ ഇടവകയിൽ ഇപ്പോൾ വന്നിട്ട് 2 വർഷമാവും. ഈ 2 വർഷത്തിനുള്ളിൽ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആരെയെല്ലാം പ്രാർത്ഥനയോടെ സമീപിച്ചോ അവരെല്ലാം സന്തോഷത്തോടുകൂടി ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്നെ സഹായിച്ചു. അത് ഇടവകയ്ക്ക് നൽകി. അതിലൊത്തിരി സന്തോഷമുണ്ട്. ആരും നോ പറഞ്ഞില്ല, ഒരു കുഞ്ഞു പോലും നോ പറഞ്ഞിട്ടില്ല, ഒരു കുടുംബം പോലും, ഒരു വ്യക്തി പോലും. അത് ഒത്തിരി സ്നേഹത്തോടെയാണ് നിങ്ങൾ സെൻറ്റ് ജൂഡയുടെ ഈ ഇടവക എന്നെ സ്വീകരിച്ചതും എന്നെ കൊണ്ടു നടക്കുന്നതും എല്ലാം. കാരണം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ അച്ഛൻ എന്നെ കളിയാക്കും. ഞാനിവിടുത്തെ വികാരിയാണ്, അച്ഛൻ ഇവിടുത്തെ ആരുമല്ല, പൂജ തൊഴിലാളി. അതിപ്പോൾ കേൾക്കുന്ന പേരെ കൊള്ളാം, ഇത്ര എളിമയുള്ള പൂജ തൊഴിലാളി. അതിനു മേലൊരു തൊഴിലാളി, അത് നമുക്കാർക്കും സാധിക്കാത്തതല്ലേ, അത് ഏറ്റവും വലിയ. പക്ഷെ ഇങ്ങനെ ഒരുമയോട് ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്ന യൂത്തിനെയും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി നാൾ യൂത്തിൻ്റെ കൂടെ നടന്നു. അവർ വളർന്നു വരുന്നു, അവർ ഓരോന്ന് ചിട്ടയോടുകൂടി ചെയ്യുന്നു. അതിനും എസ്നേച്ചൻ്റെ ഒരു ഉപദേശം പുറകിലുണ്ട്. പിന്നെ അതുമല്ല, അവർ ഒരുമിച്ച് ചേർന്നത് ഇത്രയും മാത്രം. ഇനിയും കുറച്ചുകൂടി ആൾക്കാർ ചേരാനുണ്ട്. അവരും കൂടെ ചേർന്ന് ഒരുമിച്ച് എല്ലാം ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും. എല്ലാ തരത്തിലും നിങ്ങൾ വളരുന്നു. ആത്മീകമായിട്ടും ഭൗതികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം നിങ്ങൾ വളരുന്നുണ്ട്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാം ഒന്നാണ്. നമ്മളിൽ പൗലോസ്ലീഹ പറയുന്നത് നാം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. ഏതൊരു ചെറിയ അവയവത്തിനും വേദനിച്ചാൽ നമുക്കത് അനുഭവിക്കും. അതുപോലെ ഓരോ കൂട്ടായ്മയിലുള്ള ആ ഇല്ലായ്മകൾ, വേദനകളും ദുഃഖവും സന്തോഷവും എല്ലാം ഒരുമിച്ച് പങ്കിടുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് ദൈവം തരട്ടെ എന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കൂടുതലായി അതിനുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവ് വഴി ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ പിന്നെ എന്നോട് കാണിച്ച ജയകുമാർ എന്നോട് കാണിച്ച ആ വലിയ ആദരവിനും ഞാൻ നന്ദി പറയുകയാണ്. അപ്പൊ യുണൈറ്റഡ് ലീഡർ പറഞ്ഞു സിസ്റ്റർ വരണം എന്ന് പറഞ്ഞ് ഇതായിരുന്നു ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ജയകുമാർ ഇന്നും അതേപോലെ ഇരിക്കുകയാണ് കേട്ടോ, കൊച്ചു പ്രായത്തിൽ അതുപോലെ. എനിക്ക് തോന്നുന്നു ഇനിയുമുള്ള എത്ര നാൾ ഇവിടെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഉണ്ട്, അന്ന് വരെയും ജയകുമാരായിരിക്കുമെന്ന് തോന്നുന്നില്ലേ. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി ഡെസിയ ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസ പ്രസംഗത്തിനായി BCC കോർഡിനേറ്റർ ഓഫ് സെന്റ് ജൂഡ് ചർച്ച് ശ്രീ മാനുവൽ ദാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനമുള്ള അച്ഛ, ഡീക്കൻ, ദേവകുമാർ, വേദിയിലും സദസ്യവരും സിസ്റ്റർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ BCCയുടെ വാർഷികത്തോടനുബന്ധിച്ച് അവർ ഇത്രയും ഭംഗിയായി ഇത് സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചതിന് അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കുറിച്ച് എല്ലാവരും റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. റിപ്പോർട്ട് നമ്മൾ ഫറോനായാലും നമ്മുടെ പള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മൾ ഒട്ടും താഴോട്ട് പോയിട്ടില്ല, മുകളിലോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്.
ഈ സാഹചര്യത്തിൽ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളത്, നമ്മുടെ BCC യോഗങ്ങളിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മുടെ മൊബൈൽ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു തീരുമാനം നമ്മുടെ അടുത്ത് മുന്നോട്ട് പോകാനുള്ള, ഇപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സംവിധാനം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളത് കാര്യമായി പരിഗണിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ റോസമ്മ ചേച്ചി സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ പാരിഷ് ഹാളുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി ഓഫീസുകൾ കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി പറയുകയുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ അതായിരിക്കും അടുത്ത വിഷയം. കാരണം ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പാരിഷ് കൗൺസിലാണ് ഇവിടുത്തെ വിഷയങ്ങൾക്കെല്ലാം കാരണമെന്ന്. അപ്പോൾ അടുത്തൊരു ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഇത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ അത് എനിക്കായിരിക്കും അടുത്ത പ്രശ്നം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളതിനനുസരിച്ച് പ്രവർത്തിക്കാനൊരു ഇതുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ വിഷയങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മളെങ്ങനെ സഹിച്ച് പോയാലും നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു പോകാനുള്ള സാധ്യത ഏകദേശം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും നന്നായി ഒരു വാർഷികം സംഘടിപ്പിക്കുവാൻ സാധിച്ച നിങ്ങൾക്ക് എൻ്റെ പേരിലും സെൻറ് ജോർജ് ചർച്ചിൻ്റെ പേരിലുമുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനമുള്ള ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡീക്കൻ, BCC കോർഡിനേറ്റർ മാനുവൽ ദാസ്, നമ്മുടെ സിസ്റ്റർ ലൈസ മേരി, മറ്റ് സിസ്റ്റേഴ്സ്, അതുപോലെ മറ്റു BCCകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ സെൻറ്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും 125 വർഷങ്ങൾക്ക് മുമ്പ് സെൻറ് ജൂഡ് ആരംഭിച്ച ഒരു വിശ്വാസ പാരമ്പര്യം, ഒരു വിശ്വാസ വളർച്ചയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ആ വിശ്വാസത്തിൻ്റെ പ്രകാശം പരത്തുവാൻ നമുക്ക് സാധിച്ചു. ഇവിടെ തുടങ്ങിയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമ്മൾ അണയാതെ സൂക്ഷിക്കുകയും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിരവധി വിശ്വാസ വളർച്ച ഉണ്ടാവുകയും ചെയ്തു. ഇനി നമുക്ക് ആവശ്യം നമുക്ക് തനതായിട്ടുള്ള ഒരു വിശ്വാസ വളർച്ചയാണ്. തനതായിട്ടുള്ള ഒരു വിശ്വാസ വളർച്ചയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സ് അഥവാ മാനവ വിഭവശേഷി ആവശ്യം പോലെ ഉണ്ട്. അത് പ്രാവർത്തികമായി കൊണ്ടുവരിക മാത്രമാണ് കൂടുതൽ ജിജ്ഞാസയോടുകൂടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരിക മാത്രമാണ് ഇനിയുള്ള നമ്മുടെ ദൗത്യം. അതിന് നമ്മുടെ സെൻറ് ജോർജ് പള്ളിയിൽ എല്ലാ BCC സമൂഹങ്ങളും, അതായത് അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളും കൂടുതൽ ശക്തിപ്പെടുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും വേണം. സെന്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന എല്ലാ പരിചിത മുഖങ്ങളും സഭയുടെ വിവിധ സമിതികളിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന് കട്ടക്കോട് വെച്ച് കിടന്ന പരീക്ഷാ ഒരുക്ക ധ്യാനത്തിന് പോലും ഇന്ന് സെന്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിൽ നിന്നും 7 കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളതും വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു. മികച്ച റിപ്പോർട്ടുകളാണ്, പ്രവർത്തന റിപ്പോർട്ടുകളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതുപോലെ വിദ്യാഭ്യാസ ശുശ്രൂഷ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഫാദർ ഡീക്കൻ, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ലീഡർ സിസ്റ്റർ ലൈസ മേരി, BCC കോർഡിനേറ്റർ, വിദ്യാഭ്യാസ പ്രതിനിധി, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ അംഗങ്ങളെ, ആദ്യമായിട്ട് ഞാൻ ഒരു നന്ദി പറയുകയാണ്. വേറൊന്നുമല്ല, എന്നെ ഇന്ന് ഈ ഒരു വാർഷിക യോഗത്തിലേക്ക് ക്ഷണിച്ചതിന് ലീഡറിനും ഉപലീഡറിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്, നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുമ്പോൾ എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ അതിന് ഏറ്റവും ഉള്ളൊരു മേഖല എന്ന് പറയുമ്പോൾ ഒരു BCC യൂണിറ്റാണ്. അപ്പം വളർന്നു വരുന്ന മക്കൾക്കൊക്കെ നമ്മൾ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അപ്പം ഈ ഓരോ വാർഷികം ഇങ്ങനെ കൂടുമ്പോഴും നമ്മുടെ മക്കൾ എത്രത്തോളം ക്രിസ്തുവുമായിട്ട് അടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അകലുകയാണോ അടുക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
നമ്മൾക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരിതാണ് ക്രിസ്തു എന്താണ് എന്നത്. അതിപ്പോഴുള്ള നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ വാർഷികം കൂടുമ്പോഴും നമ്മുടെ മക്കൾ ക്രിസ്തുവിനോട് അടുക്കുകയാണോ അകലുകയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇനിയുമുള്ള വർഷങ്ങളിലും നല്ല രീതിയിൽ വാർഷികം കൊണ്ടാടുന്നതിനും എത്രത്തോളം നമ്മൾ ക്രിസ്തുവുമായിട്ട് ചേർന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കാനും പരിശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി SSLC, +2, ഡിഗ്രി, LLB ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ നമ്മുടെ യൂണിറ്റിലെ കുട്ടികൾക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡെസിയ M. ജോസ്, അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിതിൻ S. അടുത്തതായി BA എക്കണോമിക്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിത്യ S. അടുത്തതായി BCom LLB പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സായ അഡ്വക്കേറ്റ് സ്റ്റീന M. അടുത്തതായി 2025-26 BCC വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കലാമത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനായി ഡീക്കൻ രതീഷ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 2, 3 and 4 ഗാനം. ഫസ്റ്റ് പ്രൈസ് goes to ആയിഷ. Second prize goes to Clara. നല്ലൊരു കൈയടി നൽകാം. അടുത്തതായി ആക്ഷൻ സോങ് പ്രോത്സാഹ സമ്മാനം ക്ലാര. അടുത്തതായി സ്റ്റോറി ടെല്ലിംഗ്. ഫസ്റ്റ് പ്രൈസ് goes to ക്ലാര. Second prize goes to ആയിഷ. അടുത്തതായി ഗാനം സ്റ്റാൻഡേർഡ് 5, 6, 7 ഗേൾസ്. ഫസ്റ്റ് പ്രൈസ് goes to ദുതി ക്ലെമന്റ്. Second prize goes to Alia. അടുത്തതായി ഗാനം ബോയ്സ്. ഫസ്റ്റ് പ്രൈസ് goes to ആൻജോ S. അജയ്. Second prize goes to ജോയൽ ജോസ്. And third prize goes to Charles Mahesh. meter race. First prize goes to Clara Mahesh. Second prize goes to Aisha. Fire Parakal. First prize goes to Clara Mahesh. Second prize goes to Aisha. അടുത്തതായി സ്റ്റാൻഡേർഡ് 5, 6, 7 ക്ലാസ്സിലെ ലെമൺ ആൻഡ് സ്പൂൺ. ഫസ്റ്റ് പ്രൈസ് goes to ദുതി ക്ലെമന്റ്. സെക്കൻഡ് പ്രൈസ് goes to ഫസ്റ്റ് പ്രൈസ് രണ്ടുപേർക്കുണ്ട്. ആലിയ.
അന്ന. Standard 5, 6, 7 boys lemon and spoon. First prize goes to Joel Joss. Second prize goes to Charles Mahesh. Standard 8, 9, 10 lemon and spoon. Catherine Mahesh, പ്രോത്സാഹന സമ്മാനം. ആകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുഹൃത്തിലെ പ്രിയഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ ദൈവം ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ദൈവം ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തെ തിരുമതിരടിച്ചിടണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശംശയിൽ സ്വീകരിക്കട്ടെ.